നെക്സ്റ്റ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ലാസ്റ്റ് സ്റ്റോപ്പ്. ഹലോ, ഇവിടെ ഒത്തിരി ആൾ പോകാനുള്ള ഈ ബിൽഡിങ്ങിനുള്ളിൽ വരെ മഞ്ഞാട്ടോ. ഫോർ സീസൺസ് റെസ്റ്റോറൻറ്റ്, ലൂണാർ കാസിൽ. നല്ല സ്മെല്ല്. നോക്കാം. നെക്സ്റ്റ് സ്പോട്ട്. ഇതിന്റെ പേരെന്താ? ലൂണാർ കാസിലോ അങ്ങനെ തോന്നുന്നു പേര്. ഓ, ഇതാട്ടോ ഇതിന്റെ ഔട്ടർ ലേ ഔട്ട് ബിൽഡിങ്ങിന്റെ. ഇവിടെ ഫുള്ള് ഈ ചൈനീസ് പിള്ളേരുണ്ട്. ഇവർക്ക് ഇതന്നെ പരിപാടി. റീൽസ് റീൽസ് റീൽസ്. ഇവരെ അവിടെ വേറെ ചൈനീസ് ടിക്ടോക്ക് ഉണ്ടെന്ന് തോന്നുന്നു. ഇവരെ ഫുള്ള് റീലിൻ്റെ പരിപാടിയാണ്. അവിടെ പോയാലും ഇവരുണ്ടോ മറ്റേ ട്രൈപോഡും ഇതുമായിട്ട്. നമ്മളിപ്പോൾ ഏറ്റവും ടോപ്പിലാണ് ഉള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏറ്റവും ടോപ്പ് എത്തി അറിയില്ല, പക്ഷെ താഴെ കാണാനില്ല. താഴെ കാണൂല. ചുറ്റി വരാന്നാ, ചുറ്റി വന്നിട്ട് വേഗം പോവാം. ഇവിടെ ഇനിയിപ്പോ ഒന്നും ഇല്ലാന്ന് തോന്നുന്നു. കാര്യമായിട്ട് ഇതന്നെ ഉള്ളൂ എന്ന് തോന്നുന്നു. ആ, വേറെ എന്തോ ഒരു സാധനം ഉണ്ടെന്ന് പറയുന്നുണ്ട്. പോയാ പറ്റും എന്തായാലും. ഈ മഞ്ഞും കൂടി ഉള്ളതിനെ കൊണ്ട് അതിൻ്റെ ഒരു ഇത് വരുന്നല്ലേ, ഭംഗി. അല്ലേ ഒരു വൈബ് ഉണ്ടാവില്ല. മുഴുവല്ലോ കോഫിക്ക് ഇവിടെ 1,15,000 രൂപ. വിയറ്റ്നാമീസ് ഡോങ്. അതൊരു വലിയ ഫാക്ടറി. ഇത്രയും സംഭവം എങ്ങനെ അവർ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരുന്നത്. ഭയങ്കര നീറ്റ്നെസ്. ഓ, തണുപ്പാണ് സഹിച്ചൂടാത്ത. ഭയങ്കര തണുപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര തണുപ്പ്. ലൂണാർ കാസൽ. ഒന്ന് കറങ്ങി വന്നാലോ? അങ്ങോട്ട് കറങ്ങിട്ടോ. അല്ല, ഒന്ന് ജസ്റ്റ് ഒന്ന് അവിടെ വരെ പോയിട്ട് ഇങ്ങോട്ട് വരും. എനിക്കൊന്ന് നൈറ്റ് ചിലപ്പോൾ ലൈറ്റ് അപ്പ് ചെയ്യുന്നുണ്ടാവും തോന്നുന്നു. ആ, ഇത് ഇരിക്കാനുള്ള സെറ്റപ്പ് കേട്ടോ. ഓക്കെ, ചെയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. പോയേക്കാലോ. ഇവിടെ എന്തോ ഉണ്ട്. വാവ്, ഇവിടെ കാണാനുള്ള വെച്ച് നോക്കുകയാണെങ്കിലേ നമ്മൾ കൊടുത്ത എമൗണ്ട് മുതലാണ്. കാരണം അത്രയുണ്ട് കാണാൻ. ഇവിടെ പോകുന്ന നോക്ക്. അടുത്ത് അവിടേക്കല്ലേ പോകുന്നത്? ഓ,
സ്റ്റോണിൽ ഉണ്ടാക്കിയിട്ട് സാധനം. സ്റ്റോണിലാണല്ലേ ചിലപ്പോൾ ഒരു കൺസ്ട്രക്ട് ചെയ്തേക്കും, പക്ഷെ നല്ല രസമുണ്ട്. സ്റ്റോണിൽ ഉണ്ടാക്കിയ പോലെ ഒരു ഫേസ്. ഇതാണ് ലൂണാർ കാസൽ. ലൂണാർ കാസലിന്റെ ഉള്ളിലേക്ക് കയറട്ടെ, കാരണം ഇവിടെ നല്ല തണുപ്പാണ്. തണുത്തിട്ട് ഒരു രക്ഷയില്ല ഗായ്സ്. എന്തൊരു സുഖം, എന്തൊരു സുഖം. സിറ്റി എന്താ കംഫർട്ടബിൾ ആയിരുന്നു. നമ്മൾ അവിടുത്തെ വെതറാ സെയിം. ഇതെന്തൊക്കെയോ സംഭവം കേട്ടോ. പേ ഹേ ടു പ്ലേ. ഇതെന്തോ കളിയാണ്, ഇതെന്തോ സംഭവം എന്നറിയില്ല. Hi, Sincho, where are you from? Here. Namaste. Namaste. Try it. Any color you want. You throw inside the color, you get one top. Thank you. താങ്ക് യു. 1,00,000 ഡോങ്ക് കൊടുത്താൽ കളിക്കാം. പൈസ കൊടുത്തുള്ള കളികൾ നമ്മൾ കളിക്കാറില്ല. കളിക്കണോ? മസാജ് ചെയ്യാറുണ്ട്, മസാജ് ചെയ്യണം. മസാജ് ചെയറിന്റെ പ്രൈസ് എത്ര നോക്കട്ടെ, കാലൊക്കെ ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ടാ. 8 മിനിറ്റ് 20,000, 20 മിനിറ്റ് 50,000, 40 മിനിറ്റ് 1 lakh, 1 lakh അല്ലേ? യെസ്, 80 മിനിറ്റ്സ് 2 lakh. മസാജ് ചെയ്യണോ? ഗെയിംസ് കേട്ടോ, എല്ലാത്തിനും ക്യാഷ് വേണോ? ഒന്നുമില്ല, നത്തിങ് ഇസ് ഫോർ ഫ്രീ. ആകെ ഫ്രീ അല്ല, ആകെ ഫ്രീ എന്ന് ടിക്കറ്റിൻ്റെ കൂടെ കിട്ടുന്ന 2 ഗ്ലാസ് ബീറ്, പിന്നെ എന്തോ ഒരു ഫുഡ് ഐറ്റം, അത് മാത്രമേ കിട്ടുന്നുള്ളൂ. അവിടെ എന്തോ ഷോ ഉണ്ടല്ലോ. ഓക്കെ ഓക്കെ, അവിടെ എന്തോ ഷോ ഉണ്ട്, ഞങ്ങൾ പോയോട്ടെ. ചോദിച്ചേക്കല്ലോ. Is there an extra payment for this? Extra payment for this? No. Okay. Okay. പേയ്മെന്റ് ഒന്നും ഇല്ലാന്നാ പറയുന്നത്. ഞങ്ങൾ പോയോട്ടെ. മൂൺ ജംഗ്ഷൻ തിയേറ്റർ എന്നാ അതിന്റെ പേര്. ഈ ഷോക്ക് കയറാണ്. ഇപ്പോൾ 1 മിനിറ്റിനുള്ളിൽ ഈ ഷോ സ്റ്റാർട്ട് ചെയ്യും. നെക്സ്റ്റ് ഷോപ്പ് തുടങ്ങുന്നവർ പറയുന്നു നിങ്ങൾ ക്യൂവിലാണ്. ഷോ ആണ് കേട്ടോ ഗൈസ്. ഷോ കഴിഞ്ഞിട്ട് കാണാത്ത റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല, വെരി സോറി.
ഓ ഇനി വീണ്ടും തണുപ്പില്ല, തണുപ്പില്ല. താങ്ക് യു. അടിപൊളി ഷോട്ടോ സംഭവം. മറ്റേ 3D ഷോ ആണ്. 4DX എന്നാണ് തോന്നുന്നു എനിക്ക്, അതാണ് തോന്നുന്നു ഇതിൻ്റെ പേര്. നമ്മൾ മറ്റേ സീറ്റൊക്കെ ഇങ്ങനെ അനങ്ങും, മറ്റേ വെള്ളം, സ്പ്രേ, കാറ്റ്, സ്മോക്ക്, എല്ലാ സാധനമുണ്ട്. ഷോ ആരെയും വരികയാണെങ്കിൽ ഇവിടെ മിസ്സാക്കരുത്. പക്ഷേ കുട്ടികളെ കയറ്റാൻ പറ്റില്ല അല്ലേ, ചെറിയ കുട്ടികൾക്ക് കയറാൻ പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ അത് ഹൈറ്റ്, അതിൻ്റെ ഒരു ഹൈറ്റ് റിക്വയർമെൻ്റ് ഉണ്ട്. 113 സെൻറ്റിമീറ്ററിൻ്റെ താഴെയുള്ളവർക്ക് കയറാൻ പറ്റില്ല. ഇതെന്തായാലും മസ്റ്റ് ട്രൈ ആണ് കേട്ടോ, ഒരിക്കലും ഒഴിവാക്കരുത്. മോളുണ്ടല്ലോ വേറെ. ഇതിൻ്റെയൊക്കെ ഹൈലൈറ്റ് എന്താ വെച്ചാൽ ഇവിടെ ഒരു വീഡിയോ എടുത്തൊന്നും പറയുന്നൊന്നുമില്ല ആരും. സാധാരണ എന്താ അമ്യൂസ്മെൻറ്റ് പാർക്കിലൊക്കെ ഫോൺ തന്നെ കയ്യിൽ കൊണ്ടുനടക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നേക്ക. പക്ഷെ ഇവിടെ അങ്ങനത്തെ പ്രശ്നമില്ല. ഇതിൻ്റെ സ്ട്രക്ചർ കണ്ടോ, ഭയങ്കര ഡീറ്റെയിൽ ആട്ടോ. ഒരു സിമെന്റ് എന്തോ സംഭവമാണ്. പക്ഷെ ആർക്കിടെക്ചർ നന്നായിട്ട് ചെയ്യുന്നുണ്ട് ഇവർ. ഇതിന്റെ ഡിസൈന് കാര്യങ്ങൾ എന്ത് ഭംഗി അറിയോ. വാ, പിന്നെ പിള്ളേര് ഇവിടെ ഡാൻസ് കളിക്കുന്നുണ്ട്, ഡാൻസ് പരിപാടികളുണ്ട്. Go it. What is it? The flying cheetah. Okay. Well, ഞങ്ങള് ഫ്ലൈയിങ് ഐസ് തിയേറ്ററിലേക്ക് പോകണം. എന്താ സംഭവം എന്നറിയില്ല, പോയോട്ടെ. ഇതെന്താ ടണലോ? ഫ്ലൈയിങ് ഐസ് തിയേറ്റർ പോയി നോക്കട്ടെ. This ഷോ ഓപ്പൺ ആയതൊന്നും പറയാൻ പോട്ടെ. മക്കളെ അടുത്ത ഷോ ഏതാ മൂഡ് അറിയോ? ഇത് മറ്റേ ഇതില്ലേ റോളർ കോസ്റ്ററിൽ പോകുന്ന പോലത്തെ ഒരു സംഭവമാണ്. മേലേക്ക് വെള്ളം കുടയും, ചൂട് വരും അല്ലേ, കാറ്റടിക്കും. നേരത്തെ കയറിയ തിയേറ്റർ പോലെ തന്നെ അടിപൊളിയാ. എന്തായാലും ട്രൈ ചെയ്യണം കേട്ടോ. ഓക്കെ, വരികയാണെങ്കിൽ ബാണഹില്ലിൽ വരികയാണെങ്കിൽ ഇത് സൺവേൾഡ് എന്നാണ് അതിൻ്റെ പേര്. രാവിലെ 7 മണി 8 മണിയാകുമ്പോൾ ഇവിടെ എത്തിക്കും. നല്ല സെറ്റാവുള്ളൂ. അപ്പോൾ അത്രയും കാണാണ്ട് സംഭവങ്ങൾ, ഫുള്ള് വെറൈറ്റി സംഭവങ്ങൾ സെറ്റാണ്. ഗൈസ്, ഇത് ഓൾമോസ്റ്റ് കഴിഞ്ഞെന്ന് തോന്നുന്നു. ഞങ്ങൾ അടുത്ത ഏരിയയിലേക്ക് പോവാണ്. ഇവിടെ എന്തായാലും ഇവിടെ എന്താ ചെയ്തിട്ടുണ്ട്, എന്താ നോക്കട്ടെ. എല്ലാവരും തിരക്ക് കൂട്ടി ഓടുന്നുണ്ട്. എന്താ ഇത് ഇപ്പം ഞങ്ങൾ പോയത് മൂൺ സ്ക്വയർ, ഫ്ലൈയിങ് ഐസ് തിയേറ്റർ, ഡ്രാഗൺ ഡെൻ സ്റ്റേഷൻ എല്ലാം ഇവിടെ തന്നെയാണ്. ഓക്കെ, ഞങ്ങൾ പുറത്ത് എവിടെയോ എത്തി. ഞാൻ എങ്ങോട്ടാ പോകേണ്ടത് നോക്കട്ടെ. വാ, ഇത് ഗെയിംസ് ഏരിയ കേട്ടോ. ഫോൺ ചാർജിങ് അവിടെ വയ്ക്കോ. കേബിൾ കാർ, ഇത് എങ്ങോട്ടാ പോകുന്നെന്ന് വലിയ ഐഡിയ ഒന്നും കേട്ടോ. അവിടെ എത്തി. ഞങ്ങൾ ഇവിടുന്ന് ഒരു ഫോട്ടോ എടുക്കാൻ പോവാണ് ഗൈസ്. ഞങ്ങൾ അവിടുന്ന് ഫോട്ടോസൊക്കെ എടുത്ത് ഇനി അടുത്ത കേബിൾ കാർ റൈഡിലേക്ക് പോവാണ്. ഇവിടെ ഒരു ബ്രൂവറി ഉണ്ടെന്ന് പറഞ്ഞു, 2 ഗ്ലാസ് ബീർ കിട്ടുന്നൊക്കെ പറയുന്നു. അതെങ്ങോട്ടാ അറിയില്ല. എന്തായാലും പോയോക്കട്ടെ. ബാണ ബ്രൂവേഴ്സ് ഇവിടെയാന്ന് തോന്നുന്നു. അവിടുന്ന് ബീറും ഫുഡും കിട്ടും. ഫുഡ് എന്തായിരുന്നു? എന്തെങ്കിലും ഫുഡ്. അപ്പം അങ്ങോട്ട് ടോയ്ലറ്റ് പോകണം. ഇല്ല, ഇതൊക്കെ എങ്ങോട്ടാ പോകണ്ടേ? ഞങ്ങൾക്കൊരു ഐഡിയ ഇല്ല കേട്ടോ എങ്ങോട്ടാ പോകണ്ടെന്ന്. അതേതാ വഴി? അങ്ങോട്ട് പോയണോ? ഇഞ്ച പോണേ, നോക്കിക്കട്ടെ. ആണ് സംഭവം.
വാ. ഞങ്ങൾ ഇവിടുന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് ഇപ്പോൾ അവിടുന്ന് പോയിട്ട് ഭക്ഷണം കഴിക്കാൻ പോവാണ്. വളരെ ബ്യൂട്ടിഫുള്ളായ സീലിംഗും ഇതിനനുസരിച്ചുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ട് കേട്ടോ. അതാണ് ഹൈലൈറ്റ്. എന്ത് ഭംഗിയിലാണ് ഇവർ ഡിസൈൻ ചെയ്തെടുത്ത ഈ സ്ഥലമൊക്കെ. എങ്ങനെയൊക്കെ പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്തെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. ഞങ്ങൾക്ക് ഇനി സമയമില്ല. വേഗം പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് താഴത്തേക്ക് ഇറങ്ങി അടുത്ത ബസ് അല്ലെങ്കിൽ ട്രെയിൻ പിടിക്കണം, അല്ലെങ്കിൽ ഫ്ലൈറ്റ് എന്തെങ്കിലും പിടിക്കണം. അതിന് ഇനി നേരെ പോവാം. നമ്മൾ നേരെ പോവാണ് ഫുഡ് കഴിക്കാൻ. ഹലോ, യു നോ വേർ ദിസ് ഈസ്? താങ്ക് യു. വാഷ്റൂം നോക്കും. വാഷ്റൂം അപ്പൊ അന്ന് അവിടുത്തെ ദാനാങ്ങലത്തെ എയർപോർട്ടിലെ വാഷ്റൂം ഇതേപോലെ ഇരുന്നു. ഭയങ്കര നീറ്റാണ്. Lên mà vô đi về nè. അവിടെയാണോ? Nó đi lên cầu băng nè. ഇതാണ് കേട്ടോ ഇവിടുത്തെ ആൽപൈൻ കോസ്റ്റർ. അടിപൊളി സാധനമാണ്. പക്ഷേ ടിക്കറ്റ് ഓൾറെഡി എടുക്കണം. ടിക്കറ്റിൻ്റെ റേറ്റ് ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. 1 റൗണ്ട് 1 2 3 4 5 6 1 ലക്ഷം ഡോങ്. 2 റൗണ്ട് 1,80,000. 3 റൗണ്ട് 2,50,000. എനിക്ക് ടിക്കറ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ പോകുന്നില്ല. ടിക്കറ്റ് ഇവിടുന്ന് എടുക്കാമാണെങ്കിൽ, പക്ഷേ ഞാൻ എടുക്കുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ ഫുഡ് അടിച്ച് പോവാം. ബാന കാണിച്ചു കൊടുക്കടി, കാണിച്ചു കൊടുക്കടി. എനിക്ക് നടക്കാൻ വയ്യ. ചിൻചാവ് സ്ട്രൈറ്റ്. താങ്ക് യു, താങ്ക് യു. എൻ്റെ മോനെ, തണുപ്പ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത തണുപ്പാണ്. ദാനാങ്ങിൽ താഴെ എന്ത് വെതറാണെങ്കിലും മക്കളെ വരുന്നവർ ജാക്കറ്റ്, ഗ്ലൗവ്, വേണേൽ ഒരു ബീനിയോ ഹുഡിയോ അങ്ങനെ എന്തായാലും മതി. ഇനിയിപ്പോൾ ജാക്കറ്റ് ഇല്ലെങ്കിൽ നല്ല ഫുൾ സ്ലീവ് ടീഷർട്ടോ ഒരു ബീനിയോ ഹുഡിയോ എന്തെങ്കിലും ഒന്ന് കൊണ്ടുവന്നില്ലെങ്കിൽ സീന് ഡാർക്ക് സെറ്റ് പോവും.